കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണക്കൊള്ള. ആ കാലത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് സ്വർണം കട്ടവരെയും കൂട്ടുനിന്നവരെയും തുറുങ്കിലടക്കും എന്നായിരുന്നു. മാത്രമല്ല, അദ്ദേഹം അന്ന് ഈ കേസിന്റെ ഈ സംഭവത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സിബിഐ അന്വേഷണം ആവശ്യമാണ് എന്ന് നിലപാടെടുത്ത ആളാണ്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 2 മന്ത്രിസഭാ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. അദ്ദേഹം ഈ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായവും പ്രകടിപ്പിച്ചിട്ടില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് സിബിഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ 3 എംഎൽഎമാരും ചേർന്ന് സംയുക്തമായി മുഖ്യമന്ത്രിക്ക് ഒരു കത്തിലൂടെ ഈ കാര്യം ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം, ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കാൻ, അവിടെ ശബരിമലയിലെ പവിത്രത തകർക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ ശ്രമങ്ങൾക്കെതിരായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ രംഗത്തിറങ്ങി. ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അന്നത്തെ സർക്കാർ കേസെടുത്തു. ഇന്നലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗുരുതരമല്ലാത്ത കേസുകളൊക്കെ പിൻവലിക്കും. ഈ ഗുരുതരമല്ലാത്തത് എന്നുള്ളത് ആരാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അന്നത്തെ കേരള പോലീസാണ് ഒരു സംഭവത്തെ ഗുരുതരമായിട്ടോ അല്ലാതെയോ അന്ന് വിശേഷിപ്പിച്ചത്. അന്നത്തെ പോലീസ് ചെയ്ത പല കാര്യങ്ങളും അത് നിയമത്തിന് നിരക്കുന്നതായിരുന്നില്ല എന്ന് UDF തന്നെ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ നവകേരള യാത്രയുടെ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ. ആ കേസുകളെ സംബന്ധിച്ച് അന്നത്തെ പോലീസ് നേതൃത്വം തന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ സംശയാസ്പദമാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ഗുരുതരമല്ലാത്തത് എന്നുള്ള വേർതിരിവ്, അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ട് ചിലതൊക്കെ ഗുരുതരം ചിലതൊക്കെ ഗുരുതരമല്ലാത്തത് എന്നുള്ള കണ്ടെത്തൽ, ആ കണ്ടെത്തൽ അശാസ്ത്രീയമാണ് എന്നിരിക്കെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും, ആ കേസുകൾ മുഴുവൻ തന്നെ ക്വാഷ് ചെയ്യണം, അത് മുഴുവൻ തന്നെ റദ്ദാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ തലത്തിൽ കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 എംഎൽഎമാരും ചേർന്ന് സംയുക്തമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് നടപടികൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വരുന്ന ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ സർക്കാർ ഈ കാര്യത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പേടിക്കണ്ട, സമയമാകുമ്പോൾ പാർട്ടി തീരുമാനമെടുക്കും. നിങ്ങളുടെ ആശങ്ക ഞാൻ മനസ്സിലാക്കി.
നിങ്ങൾക്ക് ആശങ്കയില്ല. അറിയില്ല, എനിക്കറിയില്ല. അതിപ്പോ ആ തീരുമാനം തന്നെയാണോ ഇവർ ആവർത്തിക്കുന്നത്? അന്നത്തെ ഗുരുതരം ഏതാണ്, ഇന്നത്തെ ഗുരുതരം ഏതാണെന്നൊക്കെ അവർക്കൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയില്ല. അവരന്ന് ഗുരുതരം എന്ന് ഉദ്ദേശിച്ചത്, പിണറായി ഉദ്ദേശിച്ചത് എന്താണ് ഗുരുതരം, ഇവര് പറയുന്ന ഗുരുതരം ഏതാണ്, എനിക്കും അറിയില്ല അതിനെക്കുറിച്ച്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഗുരുതരമായിട്ടുള്ളത് ഗുരുതരമല്ലാത്തത് ആ ഒരു കണക്കെടുപ്പ് തന്നെ അശാസ്ത്രീയം. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിന് ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ താൽപര്യമുണ്ടായിരുന്നുവെങ്കിൽ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ആ വഖഫ് ബോർഡ് പിരിച്ചുവിടാമായിരുന്നു. കാരണം വഖഫ് ബോർഡ് രൂപീകരിച്ചത് നിലവിലുള്ള വഖഫ് നിയമത്തിനനുസരിച്ചല്ല. നിലവിലുള്ള വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കാമായിരുന്നു. ആ തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്താൻ ഇപ്പോഴും വി.ഡി. സതീശന്റെ നാവ് പോകുന്നില്ല. കാരണം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പാണക്കാട് നിന്ന് ശാസനം വരുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ നിയമവിരുദ്ധമായിട്ടുള്ള തീരുമാനമെടുത്ത ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് ആ കുറ്റം കെട്ടിവെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വന്തം കസേര രക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.